മന്ത്രിമാറ്റത്തിൽ സംസ്ഥാന എൻസിപിയിലെ തർക്കം പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ദേശീയ നേതൃത്വവുമായി നാളെ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ മന്ത്രിമാറ്റം ചർച്ചയാകില്ല എന്നും ശശീന്ദ്രൻ പറഞ്ഞു. പാർട്ടി പറയുമ്പോൾ അതിനനുസരിച്ച് തീരുമാനമായിട്ട് മുമ്പോട്ട് പോകും. മാറിക്കൊടുക്കാൻ തയ്യാറാവും. അല്ല, അതിന് പാർട്ടി പറയുമ്പോൾ അത് പാർട്ടി പറയുന്ന ഗുണമോ ദോഷമോ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പാർട്ടിയിലേ തീരുമാനിക്കുക. ഞാൻ ബലമായി കയറിയിരുന്നതോ ബലമായി ഇറക്കുന്നതല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ അനാരോഗ്യകരമായ ഒരു ചർച്ചയും നടക്കുന്നില്ല. അല്ല, പാർട്ടി പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യേണ്ടി വരുമില്ലേ? അതൊന്നൊരു ചോദ്യമാണ്. പാർട്ടി തീരുമാനത്തിന് വിധേയമായി, പക്ഷെ പാർട്ടിയുടെ തീരുമാനം എടുക്കുമ്പം എല്ലാ വശങ്ങളും ആലോചിച്ച് അദ്ദേഹം NCPയിലെ എല്ലാ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഏത് പദവി സഹിക്കാനും അർഹതയുള്ളവരാണ്. അതിന് മാത്രം ശേഷിയും അനുഭവസമ്പത്തുള്ളവരാണ്. എല്ലാവരും യോഗ്യരാണ്. മന്ത്രിസ്ഥാനം പങ്കിടണമെന്ന മുൻ തീരുമാനം ദേശീയ നേതൃത്വത്തിന് അറിയാമെന്നായിരുന്നു തോമസ് കെ തോമസിന്റെ മറുപടി. ദൈവത്തിൽ വിശ്വാസമുണ്ടെന്നും സത്യം ജയിക്കുമെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. ഞാൻ ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇത് ദേശീയ നേതൃത്വം നേരത്തെ എടുത്ത തീരുമാനമാണ്. അല്ല എന്നുള്ളത് അന്ന് പവാർജിയുടെ നോമിനിയായിട്ട് ഇവിടെ വന്ന വ്യക്തി വ്യക്തമായിട്ടും ഞങ്ങളോട് സംസാരിച്ച കാര്യമാണ്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഐ എം എ ബോൺ അഗൈൻ ക്രിസ്ത്യൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ച ഒരു ദൈവവേദനം എന്ന് പറയും. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ ദൈവത്തിലുണ്ട്. അപ്പോൾ ദൈവത്തിൽ അസാധ്യമായതൊന്നുമില്ല. എപ്പോഴായാലും സത്യം ജയിക്കും എന്നുള്ളൊരു വിശ്വാസം. പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആർ ശ്രീജിത്ത് നമുക്കൊപ്പം എത്തുന്നു. ആർ ശ്രീജിത്ത്, NCPക്കുള്ളിൽ സംഭവിക്കുന്നത് എന്താണ്? ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമ്പോൾ അതിൽ എല്ലാ ജില്ലാ കമ്മിറ്റികളെയും ഒപ്പം നിർത്തിക്കൊണ്ടുള്ള PC ചാക്കോയുടെ നീക്കം, അതിൽ എവിടെയാണ് ശശീന്ദ്രൻ ഇപ്പോൾ ഒരു എഡ്ജ് കിട്ടുന്നത്? A.K. ശശീന്ദ്രന്റെ ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്താണ് ശ്രീജിത്ത്? A.K. ശശീന്ദ്രൻ്റെ ആത്മവിശ്വാസത്തിന് പിന്നിൽ CPM-ഉം മുഖ്യമന്ത്രിയും സ്വീകരിക്കുന്ന നിലപാടാണെന്നാണ് NCPയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അതായത് NCPയുടെ മന്ത്രിസ്ഥാനത്ത് നിന്ന് A.K. ശശീന്ദ്രനെ മാറ്റുന്ന കാര്യം മുഖ്യമന്ത്രിയെ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ ഔദ്യോഗികമായി അറിയിക്കുമ്പോൾ, അത്തരമൊരു നീക്കം നടക്കുന്ന കാര്യം അറിയിക്കുമ്പോൾ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്നൊരു പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഉണ്ടായി എന്നാണ് NCPക്കകത്ത് ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യം. ആ പരാമർശമാണ് A.K. ശശീന്ദ്രന് ആത്മവിശ്വാസം പകരുന്ന കാര്യം. അതായത് A.K. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ തങ്ങൾക്ക് മന്ത്രിസ്ഥാനം ഇനി വേണ്ടേ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ NCPയോട് ഉയർത്തിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രചരണം NCPയൊക്കെ ശക്തമാണ്. അതാണ് A.K. ശശീന്ദ്രനും അനുകൂലികൾക്കും ഗുണകരമായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രിസഭയുടെ അവസാന ഘട്ടത്തിൽ തോമസ് കെ തോമസിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ചില റിസർവേഷൻസ് ഉണ്ട്, ചില വിയോജിപ്പുകളുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണം ശക്തമാണ്. ഈ ആത്മവിശ്വാസത്തിലാണ് A.K. ശശീന്ദ്രൻ പാർട്ടിക്കകത്ത് പട നയിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഒഴികെ മറ്റ് കമ്മിറ്റികളാരും ഇല്ല എന്നതാണ് വാസ്തവം. സംസ്ഥാന ഭാരവാഹികളിലും അദ്ദേഹത്തിന് ഭൂരിപക്ഷമില്ല. എങ്കിൽ പോലും മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളെ മാറ്റുമ്പോൾ അതിൽ മുഖ്യമന്ത്രിയും മുന്നണി നേതൃത്വവും എടുക്കുന്ന സമീപനം കൂടി സ്വാധീന ഘടകമാകും എന്നതാണ് ശശീന്ദ്രന് ആത്മവിശ്വാസം നൽകുന്ന ഘടകമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ ആർ ശ്രീജിത്ത്, ഇതുവരെ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ? എന്തുകൊണ്ടാണ് തോമസ് കെ തോമസ് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം പങ്കിടണമെന്നുള്ള തീരുമാനം അതിപ്പോൾ പ്രാബല്യത്തിലില്ല എന്ന് ശക്തമായി പറയുകയും ചെയ്യുന്നത്? ദേശീയ നേതൃത്വത്തിന് അതും അറിയാമെന്നാണല്ലോ ശശീന്ദ്രൻ പറയുന്നത്. സുജിയ, 2021 മെയ് 25-നാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റത്. അന്ന് തന്നെ മന്ത്രിസഭ അധികാരം ഏൽക്കുന്ന ഘട്ടത്തിൽ A.K. ശശീന്ദ്രനെ മന്ത്രിയാക്കി തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി എത്തിയത് പ്രഫുൽ പട്ടേലായിരുന്നു. പ്രഫുൽ പട്ടേൽ ഇപ്പോൾ ശരത് പവാറിനൊപ്പമല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ അനന്തരവൻ അജിത് പവാർ വിഭാഗത്തിൻ്റെ നേതാവായി മാറിയിരിക്കുന്നു. അപ്പോൾ അന്നത്തെ ചർച്ചകൾ, പ്രഫുൽ പട്ടേൽ നടത്തിയ ചർച്ചകളിൽ മന്ത്രിസ്ഥാനം വീതം വെക്കാമെന്ന് ധാരണയുണ്ടായിരുന്നു എന്നാണ് തോമസ് കെ തോമസ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇത്തരമൊരു ധാരണയില്ല എന്ന് ശശീന്ദ്രൻ പറയുന്നു. അതിന് സാക്ഷ്യം പറയേണ്ട ആൾ, അത് സാക്ഷ്യപ്പെടുത്തേണ്ടയാളായ പ്രഫുൽ പട്ടേൽ ഇപ്പോൾ NCPക്കകത്തുമില്ല. ഇതാണ് NCPക്കകത്തെ ഈ തർക്കത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുക്കാനായി ചർച്ചയ്ക്കായി നാളെ ഈ പ്രധാനപ്പെട്ട നേതാക്കളെ ശരത് പവാറിൻ്റെ അടുക്കലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത്തരമൊരു മന്ത്രിസ്ഥാനത്തെപ്പറ്റി ഒരു ചർച്ചയില്ല എന്ന് പറയുന്നത് തീർത്തും അവാസ്തവമാണ്. ഇത്തരം അവാസ്തവമായ പ്രസ്താവനകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്നതിൽ വളരെ നല്ല പ്രസിദ്ധിയുള്ള ആളാണ് PC ചാക്കോ. അദ്ദേഹം നടന്നൊരു കാര്യം പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ
പറയുന്ന പതിവ് അദ്ദേഹത്തിനില്ല. എന്നാൽ അദ്ദേഹം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് പലതവണ യോഗങ്ങൾ വിളിച്ചു ചേർത്തു. ആദ്യമായി ഓൺലൈനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ 10 ജില്ലാ പ്രസിഡന്റുമാർ ഉണ്ടായിരുന്നതിൽ 9 പേരും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന പി.സി. ചാക്കോയുടെ നിർദ്ദേശത്തോട് യോജിച്ചു. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മാത്രമാണ് വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. പിന്നീട് പാർട്ടിയുടെ 4 അംഗ സമിതിയെ, അതായത് വൈസ് പ്രസിഡന്റുമാരടങ്ങുന്ന 4 അംഗ സമിതിയെ ശശീന്ദ്രനുമായി ചർച്ചയ്ക്ക് പി.സി. ചാക്കോ നിയോഗിച്ചു. എന്നാൽ ഈ സമിതിയോടും ശശീന്ദ്രൻ അനുകൂല നിലപാട് സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയാൽ MLA സ്ഥാനം കൂടി രാജിവെക്കും എന്നൊരു വാദം കൂടി, എന്നൊരു ഭീഷണി കൂടി മുഴക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പാർട്ടി ഒരു അനിവാര്യമായ പിളർപ്പിലേക്ക് പോകും എന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ മന്ത്രിസ്ഥാനം വീതം വെപ്പിനെ സംബന്ധിച്ച ചർച്ച ഓൺ ചെയ്യാൻ, അത് സ്ഥിരീകരിക്കാൻ പി.സി. ചാക്കോ തയ്യാറാകാത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്ന കാര്യം നിരാകരിക്കുന്നില്ല എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടതുണ്ട്. ഓക്കെ, ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൂടുതൽ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് വാർത്തകൾ വികസിക്കുന്ന മണിക്കൂറാണ് പ്രേക്ഷകർ